ടൂറിസത്തിനും ശുചിത്വത്തിനും മുൻഗണന നൽകി ആലപ്പുഴ നഗരസഭ അവതരിപ്പിച്ച 276 കോടി രൂപയുടെ ബജറ്റ് വെറും ഭാവന മാത്രമാണെന്ന് പ്രതിപക്ഷവും ബി.ജെ.പിയും ആരോപിച്ചു. 2020 മുതൽ നഗരസഭ അവതരിപ്പിച്ച ബജറ്റുകളെല്ലാം ജനങ്ങളെ കബളിപ്പിക്കുന്നതായിരുന്നുവെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ബജറ്റിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം കൗൺസിൽ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബി.ജെ.പി ബജറ്റ് ബഹിഷ്കരിച്ചു. ടൂറിസം, ആരോഗ്യം, ശുചിത്വം, വിദ്യാഭ്യാസം എന്നീ അടിസ്ഥാന വിഷയങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ബജറ്റാണ് ആലപ്പുഴ നഗരസഭ ഇത്തവണ അവതരിപ്പിച്ചത്. എന്നാൽ ബജറ്റിലെ വാഗ്ദാനങ്ങളെല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളത് മാത്രമാണെന്ന് ആരോപിച്ച് ബി.ജെ.പി ബജറ്റ് ബഹിഷ്കരിച്ചു. കഴിഞ്ഞ 4 വർഷമായി ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും നഗരസഭ നടപ്പാക്കിയിട്ടില്ല. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച 250 കോടിയുടെ പദ്ധതികളിൽ അമൃത് പദ്ധതി പ്രകാരം അനുവദിച്ച 55 ലക്ഷം രൂപയുടെ ഒരു മേൽപ്പാലം മാത്രമാണ് നിർമ്മിച്ചത്. ബഡ്ജറ്റിന്റെ പുറം കവർ തന്നെ ആലപ്പുഴ നഗരസഭയിൽ അമൃത് പദ്ധതി പ്രകാരം അനുവദിച്ച ഫണ്ട് കൊണ്ട് ഉപയോഗിച്ച ഇരുമ്പ് പാലത്തിന്റെ പടവാണ് ഇതിന്റെ ബഡ്ജറ്റ് മുഖചിത്രമായി തന്നെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ആലപ്പുഴ നഗരസഭ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകൾ കൊണ്ട് ഭരിക്കുന്ന ഒരു നഗരസഭയാണ്. നഗരസഭയ്ക്ക് തനതായി ഫണ്ടില്ല, കാഴ്ചപ്പാടുകളില്ല, വികസന മുരടിപ്പാണ് ആലപ്പുഴ നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പണമില്ലാത്ത പദ്ധതി പ്രഖ്യാപനങ്ങളുമായി യാഥാർത്ഥ്യബോധമില്ലാത്ത ബജറ്റാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം കൗൺസിൽ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയി. കേന്ദ്ര ഫണ്ടുകൾ കൊണ്ട് മാത്രമാണ് ആലപ്പുഴ നഗരസഭ പിടിച്ചു നിൽക്കുന്നതെന്നും എം.എൽ.എമാരും എം.പിമാരും മന്ത്രിയുമൊന്നും നഗരസഭയ്ക്കായി ഒന്നും ചെയ്യുന്നില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. എം.പിമാരും എം.എൽ.എമാരും കാതലായ വിഷയങ്ങൾ വരുമ്പോൾ ഇവിടെ കുടിവെള്ളത്തിന് വിഷയം വന്നു, പൈപ്പുകൾ പൊട്ടി, ആലപ്പുഴ നഗരത്തിൽ ആഴ്ചകളോളം ആളുകൾക്ക് വെള്ളം കിട്ടാതെ വന്നപ്പോഴും ഇതൊന്നും ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലെന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. ഇത് കഴിഞ്ഞ് ഇവിടെ സമരങ്ങൾക്ക് ശേഷം ഉദ്യോഗസ്ഥരൊക്കെ ഇടപെട്ട് ഇവിടെ പൈപ്പ് പണി പൂർത്തീകരിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ ആ സമയത്ത് എം.എൽ.എമാരും എം.പിമാരും വന്നൊരു മീറ്റിംഗ് വിളിക്കും, എന്നിട്ട് പത്രത്തിൽ വാർത്ത കൊടുക്കും 2 ദിവസത്തിനുള്ളിൽ പൈപ്പ് ശരിയാകും. ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ കാണിച്ചിട്ടുള്ളതല്ലാതെ ആത്മാർത്ഥമായി തദ്ദേശ സ്ഥാപനത്തെ രക്ഷിക്കുവാൻ വേണ്ട ഒരു ഇടപെടലും ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നോ എം.പിയുടെ ഭാഗത്തു നിന്നോ എം.എൽ.എമാരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജനം, ആലപ്പുഴ.